ഹലോ, എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പുതിയതായിട്ട് വരുന്ന നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ റുട്ടീൻ, പോളിസി, പ്രൊസീജിയേഴ്സ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജോലി എല്ലാം പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇടയ്ക്ക് അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോയി. പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്, പുതിയതായിട്ട് വരുന്നവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ വാർഡിലൊക്കെ കുറേ പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കുറേ പേരൊക്കെ വന്നത് കണ്ടിട്ട് പോലും എല്ലാവരെയൊന്നും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓസ്കി എഴുതാൻ പറ്റാത്തവർക്ക് ടെമ്പററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടി, പിൻ നമ്പർ കിട്ടി, അവർ ജോലി ചെയ്ത് തുടങ്ങി. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അറിയുക, ഭാഷ, പിന്നെ നമ്മുടെ ജോലി, ബേസിക്സ് ആയിട്ടുള്ള നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടി നമുക്കത് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ, കാരണം ഇൻഡിവിജ്വലായിട്ട് എല്ലാവരെയും കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് നേരിൽ കിട്ടുന്നവരെ, എൻ്റെ വാർഡിലുള്ളവരെയൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഹെൽപ്പാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി പേര് കാണുന്നുണ്ട്. കാണുന്നവരിൽ ഒരു 22% അങ്ങോട്ട് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വൈറ്റൽ സയൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി നമ്മൾ വൈറ്റൽ സയൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനുള്ള ഡിവൈസിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഇലക്ട്രോണിക്കലി നമ്മൾ ഒബ്സർവേഷൻസ്, പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സയൻസ് നമ്മൾ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് വൈറ്റൽ പാക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഐപാഡ് പോലെ, നമ്മുടെ ഫോൺ പോലെ തന്നെ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സയൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റൽ സയൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പേഷ്യൻ്റ് നമ്മുടെ വാർഡിലേക്ക് വരുമ്പം അതിൻ്റെ വൈറ്റൽ സയൻസ് ഒരു 5 മിനിറ്റ്സ് മുമ്പ് എടുത്തതാണെങ്കിലും ഹാഫ് ആൻ അവർ മുമ്പ് എടുത്തതാണെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ. ഒരു പേഷ്യൻ്റ് നമ്മുടെ വാർഡിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പേഷ്യൻറ്റിൻ്റെ പുതിയ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ന്യൂ ഒബ്സർവേഷൻ എടുക്കാം, സ്റ്റാൻഡേർഡ് ഒബ്സർവേഷൻ. അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് റെസ്പിറേറ്ററി റേറ്റ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതായത് ബേസിക് നമുക്കറിയില്ല, റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, അവർ അലേർട്ടാണോ ഓറിയൻറ്റഡ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ബowels ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ പെയിൻ ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റെക്കോർഡിംഗ് അനുസരിച്ച് നമുക്കൊരു സ്കോർ കിട്ടും. ആ സ്കോറ് ന്യൂസ് സ്കോർ എന്നാണ് അതിനെ പറയുന്നത്, അതായത് നാഷണൽ എയർലി വാർണിംഗ് സ്കോർ. ആ ന്യൂസ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ചിലപ്പോൾ ഒരു സ്കോറും കാണില്ല, 0 ആയിരിക്കും ടോട്ടൽ സ്കോറ്. ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി സ്കോർ കൂടിയിട്ടുണ്ടെങ്കിൽ, അത് ബ്ലഡ് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ 100-ന് താഴെ, 110-ന് താഴെയാണെന്ന് തോന്നുന്നു സിസ്റ്റോളിക്ക്, അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1 സ്കോർ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ 38 സംതിങ്ങിന് മുകളിൽ പോവുകയാണെങ്കിൽ 1 സ്കോർ ചെയ്യും. അങ്ങനെ വേരി ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ടോട്ടൽ സ്കോർ കിട്ടുന്നത് ചിലപ്പം ഒരു 5 അല്ലെങ്കിൽ എബോവ് ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഡോക്ടറിനെ വിളിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, അപ്പോൾ നൈറ്റിലാണെങ്കിൽ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് അല്ലെങ്കിൽ നഴ്സ് പ്രാക്ടീഷണറായിരിക്കും നോക്കുന്നത് പേഷ്യൻറ്റിനെ. അങ്ങനെയുള്ള, അപ്പം എപ്പോഴായാലും 5 അല്ലെങ്കിൽ എബോവ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ ഒബ്സർവേഷൻ, അതായത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം.
പേഷ്യൻ്റ് ഇത്ര സ്കോർ ചെയ്തു, ഇന്ന കാര്യം കൊണ്ടാണ് സ്കോർ ചെയ്തത്, ഡോക്ടറിനെ ഇൻഫോം ചെയ്തു, ഡോക്ടർ വരും അല്ലെങ്കിൽ ഇന്നത് ചെയ്യും എന്നുള്ളത് നമ്മളപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാതിരിക്കുക. 3 അല്ലെങ്കിൽ 4 ഒക്കെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അസസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ഓക്സിജൻ കുറവാണെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കൊടുക്കാം, ബ്ലഡ് പ്രഷർ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 5 അല്ലെങ്കിൽ എബോവ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് 5 അല്ലെങ്കിൽ എബോവ് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തിരിക്കണം. പിന്നെ ഒബ്സർവേഷൻ ചെക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് റെക്കോർഡ് ചെയ്തു, ആ പേഷ്യൻറ്റിൻ്റെ എയർലി വാർണിംഗ് സ്കോർ ഓക്കെ ആണെങ്കിൽ മെഷീൻ തന്നെ നമ്മളോട് പറയും ഇനി ഈ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് അടുത്ത ഒബ്സർവേഷൻ എടുക്കേണ്ടത് 6 hourly ആണെന്ന് നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ ഒബ്സർവേഷൻ്റെ ഇത് റെക്കോർഡിങ് സബ്മിറ്റ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പേഷ്യൻ്റ് സ്കോർ ചെയ്യുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 സ്കോർ ചെയ്യുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ വൈറ്റൽപാക്ക് നമ്മളോട് പറയും ഈ പേഷ്യൻറ്റിൻ്റെത് ഇത്ര സമയത്തിനുള്ളിൽ അടുത്ത് എടുക്കണം. ചിലപ്പോൾ അത് ഹാഫ് hourly ആയിരിക്കും, ചിലപ്പോൾ അത് 2 hourly 1 hourly, അത് ഡിപ്പെൻഡ് ഓൺ സ്കോർ. അത് നമ്മൾ അങ്ങനെ അത് തന്നെ അപ്പോൾ തന്നെ നമ്മളത് എന്താ പറയുക ഇതനുസരിച്ച് നമ്മളതിനെ ഒബ്സർവേഷൻ നെക്സ്റ്റ് ടൈം എടുക്കണം. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മൾ ആ സമയത്തിനുള്ളിൽ ഒബ്സർവേഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, വൈറ്റൽ പാക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഒബ്സർവേഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്ലോക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 8:30 എടുക്കേണ്ടതാണെങ്കിൽ 8:30 വരെ നമ്മൾ എടുത്തിട്ടില്ല, 8:31 ആകുമ്പോഴേക്കും ഒരു ഗ്രേ ക്ലോക്ക് നമുക്ക് കാണിച്ചു തരും. ആ ഗ്രേ ക്ലോക്ക് നമ്മൾ ഇഗ്നോർ ചെയ്തു എടുത്തില്ല, ഇപ്പോൾ അതിൻ്റെ സമയപരിധിയും കഴിയുമ്പോഴേക്കും യെല്ലോ ക്ലോക്ക് നമ്മളെ കാണിക്കും. യെല്ലോ ക്ലോക്കും കഴിഞ്ഞിട്ടും നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് ആകും. റെഡ് വന്ന് അതായത് നമ്മൾ അത്രയും ഡിലേ ആയിപ്പോയി, പേഷ്യൻറ്റിന് സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട്, അത് നമ്മളെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കണം. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഹാൻഡ് ഓവർ എടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു വൈറ്റൽ പാക്ക് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ പേഷ്യൻസിൻ്റെ ഇത് എന്താ ലാസ്റ്റ് ഒബ്സർവേഷൻ്റെ സ്കോർ ചെക്ക് ചെയ്യുക. ഇനി അപ്പോൾ അവരെപ്പോഴാണ് ഡ്യൂ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. കാരണം ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, മെഡിക്കേഷൻ തുടങ്ങി, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അവരുടെ വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഈ കാര്യം മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് ഇപ്പം ബെഡ് 2 ബെഡ് 1 ഒരു 30 മിനിറ്റ്സിനുള്ളിൽ സ്കോർ ചെയ്യുന്ന 30 മിനിറ്റിനുള്ളിൽ അതിൻ്റെ ഒബ്സർവേഷൻ ഡ്യൂ ആണെന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് അതെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വയ്ക്കുക. ആദ്യം തന്നെ പേഷ്യൻസിനെ എടുക്കുമ്പോൾ തന്നെ അത് ഓർത്ത് വയ്ക്കുക. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. പിന്നെ ഇത് വൈറ്റൽ സയൻസിന് വേണ്ടി മാത്രമല്ല ഒബ്സർവേഷൻ ഇത് വൈറ്റൽ പാക്ക് ഉപയോഗിക്കുന്നത്. വെയിറ്റ് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഡോക്ടേഴ്സിൻ്റെ VT അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാനുല ചെക്ക് ഞങ്ങളെപ്പോഴും പറയും രാവിലെ ഒരു ഷിഫ്റ്റിൽ, രാത്രിയിലത്തെ ഷിഫ്റ്റിൽ, അതായത് രാവിലത്തെ 10 o'clock മുമ്പിൽ രാത്രിയിലത്തെ 10 o'clock മുമ്പിലും നമ്മൾ ക്യാനുല ചെക്ക് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം, മസ്റ്റാണ്. അതായത് ഫ്ലിബൈറ്റിസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളപ്പോൾ. ഒബ്സർവേഷൻ ഡിലേ ആയാലും ക്യാനുല ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് വാർഡ് മാനേജേഴ്സിനും വാർഡിലെ സീനിയർ മെമ്പേഴ്സിനും അവർക്ക് നമുക്ക് ഇമെയിൽ വഴി ടോപ്പിൽ നിന്നും നമുക്ക് മെയിൽ വരും. അപ്പോൾ അതിൽ ഫെയിലായാൽ നമ്മുടെ വാർഡിൻ്റെ ഒരു ഫെയിലിയറാണത്. അപ്പോൾ അതിനുവേണ്ടി മാത്രമല്ല, അത് വാർഡ് സേഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭയങ്കര എന്താ പറയുന്നത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണത്. അത് നമ്മൾ ഫോളോ ചെയ്യുക, പ്രത്യേകം ഓർക്കുക. പിന്നെ ഇതിനകത്ത് സ്കെയിൽ 1 സ്കെയിൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ 1 സാധാരണ ഒരു പേഷ്യൻറ്റിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്കെയിൽ 1 ആണ്. സ്കെയിൽ 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളവർ, ലങ് ഇഷ്യൂസ്, അതായത് റെസ്പിറേറ്ററി ഫെയിലിയർ, ഫൈബ്രോസിസ്, ലങ് ഫൈബ്രോസിസ്, COPD അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക സ്കെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ സാച്ചുറേഷൻ ലെവൽ, അവരുടെ ഓക്സിജൻ ലെവൽ എപ്പോഴും കുറവായിരിക്കും. അതായത് അവരുടെ ഓക്സിജൻ ലെവൽ നമ്മൾ എയിം ചെയ്യുന്നത് 88-നും 92-നും ഇടയിലാണ്. ആ ഒരു ഇതിൻ്റെ ഇടയിൽ ആ ടാർഗറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് അവർ സ്കോർ ചെയ്യത്തില്ല. പക്ഷേ ഒരു നോർമൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ 88 അല്ലെങ്കിൽ 92 ആണെന്നുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി സ്കോർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി അതിൻ്റെ മെഡിക്കൽ നോട്ട്സിലൊക്കെ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് സാറ്റ്സ് 88-92 എന്നുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിനെ സ്കെയിൽ 2ലേക്ക് മാറ്റാൻ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഒബ്സർവേഷൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പേഷ്യൻ്റ് സ്കോർ ചെയ്യുന്നത് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അത് സോർട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ അടുത്താണ്. പേഷ്യൻ്റ് സേഫ്റ്റിയാണ് നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. നമ്മൾ കാരണം ഒരു പേഷ്യൻറ്റ് ഡിറ്റീറിയേറ്റ് ആകാൻ പാടില്ല. നമ്മൾ കാരണം ഒരു പേഷ്യൻറ്റ് ജനറൽ കണ്ടീഷൻ നമ്മൾ അത് താഴേക്ക് പോകാൻ നമ്മൾ കാരണം നമ്മൾ ലെറ്റ് ചെയ്യാൻ പാടില്ല. അതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ എക്സ്പെർട്ട് ആവും. അപ്പോൾ അത് വൈറ്റൽ പാക്കിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് ബേസിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.